ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് ഹെഡിങ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജീവൻ്റെ പ്രമാണങ്ങൾ ഓരോരുത്തരും അറിയുകയും അനുസരിക്കുകയും എന്നാണ്. സദൃശവാക്യം 4-ാം അധ്യായം അതിൻ്റെ 20-22 വാക്യം. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവും ആകും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനമാണ് നമുക്ക് പ്രഭാതത്തിൽ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. മകനെ, മകളെ എന്നുള്ളതായ ആ ദൈവത്തിൻ്റെതായ വിളി ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും നാം മാറിപ്പോകാതെ വണ്ണം ദൈവം പറഞ്ഞിരിക്കുന്നതായ വഴിയിലൂടെ നാം സഞ്ചരിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് തീർച്ചയായും ആത്മീയമായ സൗഖ്യത്തോടും ശാരീരികമായ സൗഖ്യത്തോടും കൂടെ ജീവിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം, യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ അവന് നല്ലൊരു തോട്ടമുണ്ടാക്കി അവിടെ ആ തോട്ടം കാക്കുവാൻ തക്കവണ്ണം അവരെ പരമേൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നല്ല ഫ്രൂട്ട്സുകൾ ഒക്കെയും ആയിരുന്നു. വിവിധമായ ഫ്രൂട്ട്സൊക്കെയും കഴിച്ച് അവർ വളരെ ആരോഗ്യമുള്ളവരായി ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് നല്ല ശുദ്ധവായു ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നല്ല സൂര്യപ്രകാശം, അതുപോലെ നല്ല വിശ്രമം, ശരിയായ ഭക്ഷണം, നല്ല വെള്ളം, ആ നിലയിലൊക്കെയും ആദിമ പിതാക്കന്മാർ വളരെയധികം ഏദൻ തോട്ടത്തിൽ അവർ വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പച്ചക്കറികൾ, അതുപോലെ ഫ്രൂട്ട്സൊക്കെയും വളരെ ഏറ്റവും മനുഷ്യന് അത്യാവശ്യമായിരിക്കുന്നതും ഏറ്റവും ശരിയായ ഭക്ഷണം അതാണ് എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഉതകുന്നതായ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറികൾ തന്നെയാണ് എന്ന് ഏദൻ തോട്ടത്തിലെ ആദിമപിതാക്കളുടെ അനുഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ശുദ്ധവായു നമ്മൾ ശ്വസിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. സൂര്യപ്രകാശം നാം കൊള്ളേണ്ടത് ആവശ്യമാണ്. മിതമായിട്ട് ഭക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശരിയായിട്ടുള്ള വിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ വെള്ളത്തിൻ്റെതായ ഉപയോഗം ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലർക്കും തങ്ങളെ തന്നെ സ്നേഹിക്കുവാൻ കഴിയാതെ വണ്ണം അവർ എന്തിനോ വേണ്ടി ഓടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കരുതുവാനും സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വചനം അവരോട് ഘോഷിക്കുവാനൊക്കെയും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിത രീതി എപ്രകാരമാണ് എന്ന് നമ്മൾ ഇന്നൊന്ന് സ്വയം പരിശോധിക്കേണ്ടത് ഈ പ്രഭാതത്തിൽ ആവശ്യമാണ്. ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു പ്രഭാതം എപ്രകാരമാണ് തുടങ്ങുന്നത്? പലരും ചെയ്യുന്നത് പോലെ കാപ്പി, ചായ ഇതൊക്കെയും കുടിച്ചാണോ പ്രഭാതത്തിൽ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് സ്വയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പ്രകൃതി ചികിത്സകരുടെ പഠിപ്പിക്കൽ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, നേരം വെളുത്ത് നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞ് ആദ്യം നാം പച്ചവെള്ളം തന്നെ ഒരു 1-2 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കണമെന്നുള്ളതായ ഒരു നിർദ്ദേശമാണ്. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും എല്ലാവർക്കും പച്ചവെള്ളം ഒരുപക്ഷെ ശുദ്ധമായത് കിട്ടാത്തത് കൊണ്ട് അവർ തിളപ്പിച്ചാർച്ച് ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് അവരുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. മറ്റ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും മാലിന്യങ്ങളെ നീക്കുന്നതിനൊക്കെയും ഈ ശുദ്ധമായ വെള്ളം ഏറ്റവും നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അസിഡിറ്റി ഒക്കെയും ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ നാം കുക്കുംബർ ജ്യൂസ്
അര ഗ്ലാസ് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അല്ലാത്ത പക്ഷം കുമ്പളങ്ങയുടെ ജ്യൂസ് നമ്മൾ അര ഗ്ലാസ് ജ്യൂസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ ആ pH കറക്റ്റായിട്ട്, അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിൻ അത് രണ്ടും തുല്യമായിട്ട് നിൽക്കണം. അങ്ങനെ ആ pH കറക്റ്റായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയുള്ളൂ. അപ്പോൾ അസിഡിറ്റി കൂടുന്നതുകൊണ്ട് നമുക്ക് പലവിധമായ രോഗങ്ങൾ, നമ്മുടെ വയറ്റിൽ ഗ്യാസ് നിറയാം, അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊക്കെയും നിരവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നാം വെള്ളം കുടിക്കുക എന്നുള്ളതായ പ്രഭാതത്തിൽ വെള്ളം കുടിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നെങ്കിൽ നിശ്ചയമായും അത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പല രോഗങ്ങളിൽ നിന്നും നമുക്ക് വരാതെ വണ്ണം നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഉത്സാഹത്തോടെ ഒരു ദിവസം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തുണ്ടായിരിക്കണം? നല്ല ആരോഗ്യമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രഭാതത്തിൽ നമുക്ക് ക്ഷീണമില്ലാതെ ഉണർന്നുകൊണ്ട്, പ്രഭാതത്തിൽ അനേകർക്ക് എഴുന്നേൽക്കുവാൻ വളരെ പ്രയാസമാണ്, അവർക്ക് വളരെ ക്ഷീണമായിരിക്കും. എന്നാൽ അവർ ഇപ്രകാരമുള്ള ജീവിതശൈലിയെ ക്രമപ്പെടുത്തുന്നെങ്കിൽ, വെള്ളം കുടിച്ചൊരു ദിവസം പ്രഭാതം തുടങ്ങുന്നെങ്കിൽ അവർക്ക് ഉത്സാഹത്തോടു കൂടി അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ആരോഗ്യത്തോടെ പരിപാലിക്കുവാൻ, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെയും പട്ടിണി മുഖാന്തരം മരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ പട്ടിണി മുഖാന്തരം മരണമില്ല. ഇന്ന് അമിതമായിട്ട് ഭക്ഷിക്കുന്നത് മുഖാന്തരം ഉള്ള മരണങ്ങളാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാം പല രീതിയിലും നല്ല അറിവുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, ആ നിലയിലൊക്കെയും ഉണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ കൈ കിട്ടുന്നത് എന്തും ഭക്ഷിക്കുന്നതായ ഒരു സ്വഭാവ രീതിയിലേക്ക് ഇന്ന് മലയാളികൾ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബേക്കറി ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൊക്കക്കോള, പെപ്സി, അതിനോടനുബന്ധിച്ച് പാക്കറ്റ് ഉൽപ്പന്നങ്ങളൊക്കെയും കഴിച്ച് അവരുടെ ലിവർ, കിഡ്നിയൊക്കെയും പ്രശ്നത്തിലായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഫാറ്റി ലിവർ 1, 2, 3, 4 കഴിഞ്ഞാൽ പിന്നെ അത് സിറോസിസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് കഴിക്കണം, എപ്രകാരമാണ് മിതമായിട്ട് ഓരോന്നും കഴിക്കേണ്ടത് എന്നുള്ളതായ ആ ജീവിതശൈലിയെക്കുറിച്ച് ആരും ഇന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് നല്ലതാണ്, ഇത് നല്ലതാണെന്നൊക്കെയും പറയുന്നുണ്ടെങ്കിലും എപ്രകാരം അതിനെ പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുടുംബത്തിലോ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ സംരക്ഷണം പൊതുവെ വളരെ കുറച്ച് ശ്രദ്ധ മാത്രമേ നമ്മൾ നൽകപ്പെടുന്നുള്ളൂ. രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നതിനേക്കാൾ രോഗം വരാതെ തടയുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യം വളരെ മോശകരമായ രീതിയിലേക്ക് തുടരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തും കഴിക്കാം എന്നുള്ളതായ ആ തീരുമാനത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരുടെയും രോഗം സൗഖ്യം പ്രാപിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ബേക്കറി ഉള്ളിടത്ത് ഒരു മെഡിക്കൽ സ്റ്റോറും ഉണ്ട്. നാം ഒരു ടൗണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നോക്കിയാൽ മതി. അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നില വെച്ച് അനേക കെട്ടിടങ്ങൾ അവർ വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എന്താണ്? ആ രോഗികൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നാം ഭക്ഷിക്കുന്നതായ ഭക്ഷണം അപ്രകാരമുള്ളതാണ്. അതൊരു ക്രമീകരണമില്ലാതെ, അത് എന്തുമാത്രം കഴിക്കണമെന്നുള്ള ചിന്തയില്ലാതെ, വായിക്ക് രുചി തോന്നുന്നതുകൊണ്ട് വളരെയധികം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു മീൻ കഷ്ണം ഉണ്ടെങ്കിൽ 2 പ്ലേറ്റ് ചോറുണ്ണും. അപ്പോൾ ആ ചോറിൻ്റെ രുചി കൊണ്ടല്ല, മീനിൻ്റെ രുചി കൊണ്ടാണ് അത്രയും ആഹാരം കഴിക്കുന്നത്. അത് മുഖാന്തരം നമുക്ക് ശരീരത്ത് പ്രമേഹം ഉണ്ടാകുവാനും ഫാറ്റി ലിവർ ഉണ്ടാകാനും ഒക്കെയും കാരണമാകുന്നു. അരി, ഗോതമ്പിൻ്റെ എല്ലാം ഉപയോഗം വളരെ മിതമായിട്ട് നാം ഉപയോഗിക്കുന്നെങ്കിൽ നിശ്ചയമായും നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് അത് കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുക, പച്ചക്കറി കഴിക്കുക, അങ്ങനെ നാം യഹോവയായ ദൈവം നമ്മെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ നമുക്ക് തന്നതായ ആ ഭക്ഷണപാനീയങ്ങളെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരോഗ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അന്ന് നല്ല ആയുസ്സുള്ള പൂർവ്വപിതാക്കന്മാർക്കൊക്കെ നല്ല ആയുസ്സുള്ളതോടുകൂടി ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചത് ഇപ്രകാരമുള്ള ജീവിത ശൈലി അവരുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയത് കൊണ്ടാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ നാം പല വ്യത്യാസങ്ങൾ വരുത്തി
നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിലേക്ക് അനേക രോഗങ്ങൾ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും നമ്മുടേതായ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതനുസരിച്ച് ആവർത്തന പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കല്ല്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് മിതമായി ഭക്ഷിച്ചുകൊണ്ട് നാം ഓരോരുത്തരും അങ്ങനെ ഒരു തീരുമാനത്തോട് മുന്നോട്ട് പോകുന്നെങ്കിൽ അധികം മരുന്ന് കഴിക്കാതെ ദൈവം നമുക്ക് നൽകി തരുന്നതായ ആയുസ് വലിയ കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ കടന്ന് കഷ്ടമനുഭവിക്കാതെ അവിടെ സമയം ചെലവഴിക്കാതെ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതായ നല്ല അനുഭവത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, കായിക മത്സരങ്ങളിലൊക്കെയും പങ്കെടുക്കുന്നവർ അവരുടെ ശരീരത്തെ വളരെയധികം പരിപാലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ മധുര പലഹാരങ്ങളെയൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് ജിമ്മിലൊക്കെ പോകുന്നവർക്കറിയാം, അവിടെയും അവർ കുറേ ക്ലാസ് കൊടുക്കും. അവർ മധുരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം നിർത്തി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീൻ കൂടിയതായ പ്രോട്ടീൻ ഭക്ഷണങ്ങളും അതുപോലെ ഫ്രൂട്ട്സും പച്ചക്കറികളും ധാരാളം കഴിക്കാനുള്ള നിർദ്ദേശം കൊടുത്താണ് ഈ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നതായ വ്യക്തികൾ അവർ കായികമായി നല്ല പരിശീലനം നടത്തി മെഡലുകളൊക്കെയും നേടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരല്ല. എന്നാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ തക്കവണ്ണം ചില ത്യാഗങ്ങൾ നാം ചെയ്തുകൊണ്ട് ദൈവവചനം അനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവനെ നമുക്ക് ആരോഗ്യത്തെ കാത്തുരക്ഷിക്കുവാൻ നാം നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നല്ല ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് നാം മിതമായി ഭക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വിശ്രമം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ട് നാം നല്ല ഭക്ഷണം കഴിച്ച് ആ വെള്ളത്തിൻ്റെതായ ഉപയോഗം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എന്നും പറഞ്ഞ് വെള്ളം ആവശ്യമാണെന്നും പറഞ്ഞ് ഒന്നിച്ച് 2-3 ലിറ്റർ വെള്ളം കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സോഡിയം കുറഞ്ഞു പോയി നാം കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് കുടിക്കുന്നതായ ആ ഒരു സ്വഭാവത്തിലേക്ക് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായി നാം ബലമുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞതായ വാക്കുകൾ കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് നാം നല്ല ആരോഗ്യമുള്ളവരായി ദൈവത്തെ അനുസരിക്കുന്നവരായി തീർന്നുകൊണ്ട് ജീവിപ്പാൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടേതായ ആത്മീയ ജീവിതത്തെയും ആരോഗ്യത്തെയും ക്രമപ്പെടുത്തുവാൻ കർത്താവ് വേണ്ടുന്നതായ നിർദ്ദേശങ്ങളെയൊക്കെയും സ്വർഗം അടിയങ്ങൾക്ക് നൽകി തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അനേക രോഗത്താലും ക്ഷീണത്താലും പ്രയാസത്താലും ഒക്കെയും ആയിരിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്തും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് സ്വർഗം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.